അച്ഛൻ തോട്ടിയൊക്കെ കെട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. റംബൂട്ടാൻ പറിക്കാൻ പോകാനാണ്. ബെറാപ്പിളിലാണെങ്കിൽ നിറയെ കായ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല മഴയായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കറുത്തു പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തോട്ടിയൊക്കെ റെഡിയാക്കി മുകളിലെ പറമ്പിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. റംബൂട്ടാൻ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഒരു കസേരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിൽ കിടക്കുന്ന റംബൂട്ടാനൊക്കെ കസേരയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് കേട്ടോ പറിക്കുന്നത്. പറമ്പിലേക്ക് ചെന്നപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് ഏതോ പഴത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ടെന്ന്. അപ്പോഴേ എന്തായാലും അവിടെ ധാരാളം മുള്ളൻചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുള്ളൻചക്ക പഴുത്ത് കിടക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ടും റംബൂട്ടാൻ പറിച്ച ശേഷം അച്ഛൻ അത് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് ഇത് റംബൂട്ടാൻ്റെ സ്മെല്ലാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ധാരാളം റംബൂട്ടാൻ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. താഴെ നിന്ന് പറിക്കാവുന്നതൊക്കെ പറിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇതാ ചെയറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് പറിക്കുന്നത്. നല്ല റെഡ് കളറിലാവാത്ത റംബൂട്ടാനും പറിച്ചെടുക്കുന്നുണ്ട്. മുഴുവൻ റെഡ് കളറിലേക്ക് ആയില്ലെങ്കിലും ഈ റംബൂട്ടാന് നല്ല മധുരമുണ്ട് കേട്ടോ. എപ്പോഴും ഇവിടേക്ക് വരാൻ പറ്റില്ലല്ലോ. നല്ല മഴയൊക്കെ ആണെങ്കിൽ മുകളിൽ പറമ്പിലേക്ക് കയറി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ എല്ലാം പറിച്ചെടുക്കുന്നത്. മഴ പെയ്ത് പറമ്പിലെ വെള്ളം കെട്ടി നിന്നതുകൊണ്ട് കസേരയിൽ കയറുമ്പോൾ താന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പറിച്ചില്ലെങ്കിലും വേണ്ടില്ല, മുകളിൽ കയറി നിന്ന് പറിക്കണ്ടെന്ന്. എന്തായാലും കൊണ്ടുവന്ന ബാസ്ക്കറ്റ് നിറയെ റംബൂട്ടാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ധാരാളം പറിക്കാനുണ്ട്. അത് അടുത്ത ദിവസം പറിക്കാമെന്ന് പറഞ്ഞു. അച്ചുവിന് റംബൂട്ടാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അധികം കഴിച്ചാൽ ഒരു ചുമയോ കഫക്കെട്ടോ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് അധികം കൊടുക്കാറില്ല. പുളിയുള്ള ഫ്രൂട്ട്സ് ധാരാളം കൊടുക്കരുതെന്നാണ് കേട്ടോ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടമുള്ള സ്ട്രോബെറി, റംബൂട്ടാൻ, മുന്തിരി അതൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ഇത്രയും റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നു. റൂബിക്കയിലാണെങ്കിൽ നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാമേ.